ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ചയുടെ നിമിഷം, ആ നിമിഷത്തിൽ നിന്ന് ഒരു ഉയിർത്തെഴുന്നേൽപ്പിന്റെ രഹസ്യം, ഇത് മുഴുവൻ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരൊറ്റ ശ്ലോകത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഭഗവത്ഗീതയിലെ ആ ഒരു നിർണായക നിമിഷത്തിലേക്കാണ്, ആ ഒരൊറ്റ ശ്ലോകത്തിലേക്കാണ് നമ്മളിന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. ഇതാണ് ആ ശ്ലോകം. സഞ്ജയൻ പറയുന്ന ഈ വാക്കുകൾ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം അല്ലേ? പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കിനും അതിന് പിന്നിൽ വലിയ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കിയാലോ? ശരിക്കും ഈ ശ്ലോകം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ്. ഒരു ഹീറോ, ഒരു നായകൻ തകരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് വെറും അർജുനന്റെ മാത്രം കഥയല്ല, ഇത് നമ്മുടെ എല്ലാം കഥയാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്നു പോകുന്ന ഏതൊരാളുടെയും കഥ. അപ്പോൾ ഒന്നാം അധ്യായം അവസാനിക്കുന്ന ആ രംഗം ഒന്ന് മനസ്സിൽ കാണും. ഒരു വശത്ത് കൗരവപ്പട, മറുവശത്ത് പാണ്ഡവപ്പട, നടുക്ക് പാണ്ഡവരെ നയിക്കേണ്ട അർജുനൻ. പക്ഷെ എന്തുപറ്റി? അദ്ദേഹം തന്റെ വില്ലും അമ്പുമെല്ലാം താഴെ വെച്ച് രഥത്തിൽ തളർന്നിരിക്കുകയാണ്. ആ വലിയ യുദ്ധഭൂമി ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി. രണ്ട് സൈന്യങ്ങളും ശ്വാസമടക്കി പിടിച്ച് നോക്കി നിൽക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും രസകരമായൊരു കാര്യം. ഒന്നാം അധ്യായത്തിന്റെ അവസാനം അർജുനൻ തന്റെ സങ്കടങ്ങളും സംശയങ്ങളും വാദങ്ങളും എല്ലാം കൃഷ്ണനോട് പറയുന്നുണ്ട്. ഏകദേശം 20ഓളം ശ്ലോകങ്ങൾ. പക്ഷേ കൃഷ്ണൻ എന്തു ചെയ്യുന്നു? ഒന്നും പറയുന്നില്ല, ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. അദ്ദേഹം വെറുതെ കേൾക്കുകയാണ്. അർജുനന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വന്ന് തീരുന്നതുവരെ ക്ഷമയോടെ കേട്ടിരിക്കുന്നു. ആ നിശബ്ദതയ്ക്ക് തന്നെ ഒരു വലിയ അർത്ഥമുണ്ട്, അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ച് ആ ശ്ലോകത്തിലേക്ക് തന്നെ വരാം. സഞ്ജയൻ അർജുനന്റെ അവസ്ഥയെ വർണ്ണിക്കാൻ ഉപയോഗിക്കുന്ന 3 വാക്കുകളുണ്ട്. ആ വാക്കുകൾ കേട്ടാൽ മാത്രം മതി അർജുനൻ എത്രമാത്രം തകർന്നു പോയിരുന്നുവെന്ന് മനസ്സിലാക്കാൻ. അതിൽ ആദ്യത്തെ വാക്കാണ് കൃപയാവിഷ്ടം. സാധാരണ നമ്മൾ കരുണ, തോന്നി എന്നൊക്കെ പറയില്ലേ? പക്ഷെ ഇവിടെ അതല്ല അർത്ഥം. ഇവിടെ കരുണ അർജുനനെ പൂർണ്ണമായി കീഴടക്കിയിരിക്കുന്നു. പൊസസ്ഡ് എന്നൊക്കെ പറയില്ലേ? അതുപോലെ സ്വന്തം മനസ്സിന്റെ നിയന്ത്രണം പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥ. ഇനി രണ്ടാമത്തെ പ്രയോഗം നോക്കൂ. അശ്രുപൂർണാകുലേക്ഷണം. അതിൻ്റെ അർത്ഥം എന്താണെന്നോ? കണ്ണുകൾ കണ്ണുനീരിനാൽ നിറഞ്ഞു കവിയുന്നു. വെറുതെ കണ്ണു നിറയുകയല്ല, കവിഞ്ഞൊഴുകുകയാണ്. പോരാത്തതിന് ആ കണ്ണുകൾക്കൊരു അസ്വസ്ഥതയുണ്ട്. ഒരു യോദ്ധാവിൻ്റെ ആ തീക്ഷ്ണമായ ഉറച്ച നോട്ടമൊക്കെ പോയി. ഉള്ളിലെ ആകെ തകർന്ന അവസ്ഥ ആ കണ്ണുകളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. അടുത്തത് മൂന്നാമത്തെ വാക്ക് വിഷീദന്തം. ഇതിൻ്റെ അർത്ഥം താഴ്ന്നുകൊണ്ടിരിക്കുന്നവൻ എന്നാണ്. ശ്രദ്ധിക്കണം, അവൻ ദുഃഖിച്ചു എന്നോ ദുഃഖത്തിൻ്റെ പീക്കിലെത്തിയെന്നോ അല്ല പറയുന്നത്. അവൻ ആ നിമിഷത്തിലും ആ ദുഃഖത്തിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണത്. അങ്ങനെ അർജുനൻ പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഈ അവസ്ഥയെ വർണ്ണിച്ച ശേഷം പെട്ടെന്നാണ് കഥയുടെ ഫോക്കസ് മാറുന്നത്. ശ്ലോകം കൃഷ്ണനിലേക്ക് തിരിയുന്നു. ഇവിടെ സഞ്ജയൻ കൃഷ്ണന് വളരെ സവിശേഷമായ ഒരു പേര് കൊടുക്കുന്നുണ്ട്. ഒന്നാം അധ്യായം മുഴുവൻ അർജുനൻ കൃഷ്ണനെ വിളിച്ചത് സുഹൃത്തേ, സാരഥി എന്നൊക്കെയാണ്, കേശവ, ഗോവിന്ദ എന്നൊക്കെ. എന്നാൽ കഥ പറയുന്ന സഞ്ജയൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന പേര് അങ്ങനെയല്ല. അത് കൃഷ്ണന്റെ ദൈവീകമായ ശക്തിയെ ഓർമ്മിപ്പിക്കുന്നൊരു പേരാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എന്തിനാണ് ഈ ഒരു പേര് ഈ ഒരു നിർണായകമായ നിമിഷത്തിൽ തന്നെ ഉപയോഗിച്ചത്? എന്താ അതിൻ്റെ പ്രത്യേകത? ആ പേരാണ് മധുസൂദനൻ, അതായത് മധു എന്ന അസുരനെ കൊന്നവൻ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് തിന്മയെ നശിപ്പിക്കുന്ന, അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന കൃഷ്ണന്റെ ശക്തിയെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ എന്താണ് സഞ്ജയൻ പറയാതെ പറയുന്നത്? ഇപ്പോൾ അർജുനനെയും ഒരു അസുരൻ ബാധിച്ചിട്ടുണ്ട്. ഏതാണ് അസുരൻ? അവൻ്റെ ദുഃഖം, അവൻ്റെ വ്യാമോഹം. ആ അസുരനെ ഇല്ലാതാക്കാൻ കഴിവുള്ളവനാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അതാണ് മധുസൂദനൻ. ഇതൊരു ഗംഭീരമായ പോയിന്റാണ്. കാരണം ഈ ഒരൊറ്റ ശ്ലോകം ശരിക്കും ഒരു പാലം പോലെയാണ്. ഒരു വശത്ത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി, തകർച്ച, മറുവശത്ത് അതിനുള്ള ദൈവികമായ ഉത്തരം. ഈ രണ്ടെണ്ണത്തിനെയും ബന്ധിപ്പിക്കുന്നൊരു ബ്രിഡ്ജാണ് ഈ ശ്ലോകം. ഇവിടെ വെച്ചാണ് ഗീതയുടെ സ്വഭാവം തന്നെ മാറുന്നത്. ഈ പട്ടിക നോക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും. ഒന്നാം അധ്യായം മുഴുവൻ അർജുനന്റെ ലോകമാണ്. പ്രശ്നം, നിരാശ, സംസാരം മുഴുവൻ അർജുനന്റേത്. എന്നാൽ രണ്ടാം അധ്യായം മുതൽ അത് കൃഷ്ണന്റെ ലോകമായി മാറുന്നു. പരിഹാരം, ഉപദേശം, പ്രത്യാശ. അപ്പോൾ ഈ രണ്ട് അധ്യായങ്ങളെയും ഈ രണ്ട് ലോകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ രണ്ടാം അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകം. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ വലിയൊരു പാഠമുണ്ട്. യഥാർത്ഥ ഉപദേശം അല്ലെങ്കിൽ ശരിയായ അറിവ് എപ്പോഴാണ് ഒരാൾക്ക് ലഭിക്കുക? എപ്പോഴാണോ ആ ശിഷ്യൻ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ വഴികളും പരീക്ഷിച്ച്
എല്ലാ വാദങ്ങളും പറഞ്ഞ് തോറ്റ് ഒടുവിൽ നിശബ്ദനാകുന്നത് അപ്പോൾ മാത്രമേ ശരിയായ ഗുരു സംസാരിച്ചു തുടങ്ങൂ. ആ ഒരു ശൂന്യതയിലേക്ക് പുതിയ അറിവിന് കടന്നുവരാൻ കഴിയൂ. അപ്പോ ഈ ആയിരക്കണക്കിന് വർഷം മുൻപുള്ള ഈ ഒരു നിമിഷം ഇന്ന് നമ്മളോട് എന്താണ് പറയുന്നത്? നമ്മുടെ ജീവിതത്തിലെ തകർച്ചയുടെ നിമിഷങ്ങളിൽ ഈ ശ്ലോകത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അർജുനന്റെ ഈ അനുഭവം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ തന്നെ ഒരറ്റത്ത് നമ്മൾ എത്തേണ്ടി വരും. നമ്മുടെ കയ്യിലുള്ള എല്ലാ ഉത്തരങ്ങളും എല്ലാ വാദങ്ങളും തീർന്നു പോകണം. കയ്യിലുള്ള ആയുധങ്ങളെല്ലാം താഴെ വെക്കേണ്ടി വരും. കാരണം ആ കീഴടങ്ങൽ ഒരു അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. നമ്മൾ എപ്പോഴാണോ സ്വയം ശൂന്യമാകുന്നത് അപ്പോഴാണ് സഹായമെത്തുന്നത്. അതുകൊണ്ട് ഇത് അർജുനൻ എന്നൊരു യോദ്ധാവിൻ്റെ മാത്രം കഥയാണെന്ന് കരുതരുത്. അല്ല, ഇത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും റോക്ക് ബോട്ടം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിയിട്ടുള്ള, ഇനി മുന്നോട്ടേക്കൊരു വഴിയുമില്ല എന്ന് തോന്നി നിശബ്ദമായി ഒരു സഹായത്തിനായി കാത്തിരുന്നിട്ടുള്ള ഓരോരുത്തരുടെയും കഥയാണ്. ഇത് നിങ്ങളുടെയും എൻ്റെയും കഥയാണ്. അതുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം ഈ ശ്ലോകം നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഒരറ്റത്തെത്തിയിട്ടുണ്ടോ? ജീവിതമെന്ന ഈ രഥത്തിൽ കയ്യിലുള്ളതെല്ലാം താഴെ വെച്ച് ശൂന്യനായി ഒരു ഉത്തരത്തിനായി നിങ്ങൾ കാത്തിരിക്കുകയാണോ? കാരണം ഓർക്കുക, അർജുനൻ ആഴത്തിലുള്ള ആ നിശബ്ദതയിലെത്തിയപ്പോഴാണ് മധുസൂദനൻ സംസാരിച്ചു തുടങ്ങിയത്. ആ നിശബ്ദതയിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശങ്ങളിലൊന്നായ ഗീത ആരംഭിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.